സോഷ്യൽ സ്കൂപ്പ് കാണാം. സമൂഹ മാധ്യമങ്ങളിൽ വന്ന രസമുള്ള ചില വിമർശനങ്ങൾ, ചില രസകരമായ കുറിപ്പുകൾ ഒക്കെ ഒന്ന് നോക്കി വരാം. എന്തായാലും പി പ്രസാദ് പറഞ്ഞിരിക്കുന്നത് ഈ സയന്റിഫിക് കൊള്ളയടി എന്ന് പറഞ്ഞാൽ അത് ഇടതുപക്ഷം ആണ് എന്നുള്ളതാണ്. നയ പൈസ വാങ്ങാതെ 100-ന് മുകളിൽ മൃതദേഹങ്ങൾ ദഹിപ്പിച്ച സേവാഭാരതിയോട് അഭിമാനം, അതും വരുന്നുണ്ട്. അതായത് ജനം ടിവിയുടെ തന്നെ കാർഡാണ്, സോഷ്യൽ മീഡിയ കാർഡാണ്. ദുരന്തത്തിൻ്റെ പേരിൽ ചെലവാക്കിയ കണക്കുകൾ വിവരിക്കുന്ന കാർഡ് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രസാദ് എന്ന് പറയുന്ന ഐഡിയിൽ നിന്നാണ്. അവിടെയാണ് ഈ കമൻറ്റ്. എന്തായാലും അവിടെയും സേവാഭാരതിയുടെ നന്മ ഈ കൊള്ളയുടെ ഇടയിൽ കാണാൻ കഴിഞ്ഞ പ്രസാദ്, നന്ദി. അതോടൊപ്പം മറ്റൊരു രസകരമായ പോസ്റ്റ് കൂടിയുണ്ട്. ഈ ഓണത്തിന് പാചകം ചെയ്ത സാമ്പാർ, അവിയൽ, കാളൻ, കിച്ചടി, പരിപ്പ്, ഉള്ളിത്തീയൽ മുതലായ കറികളൊക്കെ ഇതുവരെ തീർന്നില്ല എന്ന് അശോകിന്റെ അല്ലേ, ഐ ആം അശോക് ഫോർ യുവിന്റെ എക്സ്പോസ്റ്റ് ആണ്. അത് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഉണ്ടായിരുന്നു, വായിക്കാൻ കഴിഞ്ഞില്ല സമയക്കുറവ് മൂലം. ഈ കട്ടയുടയ്ക്കൽ എന്നൊരു ചടങ്ങുണ്ട്, ചടങ്ങിൻ്റെ ഒരു പരിപാടിയുണ്ട് ചില ഇടങ്ങളിൽ എന്നൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. നമ്മുടെ യൂട്യൂബ് പേജിൽ വന്ന കമന്റാണ്. മറ്റൊന്നുമല്ല, ഈ അധികം വന്ന കട്ട പിടിച്ച ചോറൊക്കെ കൂടി ഉടച്ച് വെള്ളം ഒഴിച്ച് പഴയ കൂട്ടാനൊക്കെ ചേർത്ത് പഴങ്കഞ്ഞിയായി കഴിക്കുന്ന ഒരു സമ്പ്രദായം ഇതാണ് കട്ടയുടയ്ക്കൽ എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ ഇതൊന്നും തീർന്നിട്ടില്ല എന്നുള്ളൊരു പരാതി തന്നെ. സദ്യക്കായി ഇങ്ങനെ കാത്തിരിക്കും, സദ്യ കഴിച്ച് 2 നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ മടുപ്പായി. പിന്നെ ഇനി ഈ കറികളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അടുത്തത് നചികേതസിന്റെ എക്സ്പോസ്റ്റ് ആണ്. അതെ, അതെന്തായാലും ഇന്റർവ്യൂ ചെയ്ത ആളിന് തന്നെ ആയിരിക്കും പറയുന്നത് അഭികാമ്യം. ജനം അഭിമുഖത്തിൽ മോഹൻലാൽ വിഷമത്തോടെ പറഞ്ഞ കാര്യമാണ് തിരുവനന്തപുരം മോഡൽ സ്കൂളിൻ്റെ ഇന്നത്തെ അവസ്ഥ. അവിടെ പഠിച്ച എന്നെയും വളരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. 2015-ൽ ക്രിസ് ഗോപാലകൃഷ്ണൻ, മോഹൻലാൽ തുടങ്ങിയവർ സ്കൂൾ പുനരുദ്ധാരണത്തിന് നടത്തിയ ഇടപെടലുകൾ വെറുതെ ആയി. പഴയ ഇടപെടലിൻ്റെ ഒരു വാർത്തയും ഒക്കെ അക്കൂട്ടത്തിൽ സ്ക്രീൻഷോട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നചികേതസിൻ്റെ തന്നെ മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട്. കേന്ദ്രം ഇതുവരെ കാശ് തന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഇന്ന് മനസ്സിലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ചുരുങ്ങിയത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ കണക്ക് കൺവിൻസ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിലെ ഒരു എൽ ഡി ക്ലർക്ക് പോലും ഈ കണക്ക് വലിച്ചെറിയും എന്നുള്ളതാണ്. കാരണം ടോർച്ച് ലൈറ്റ് വാങ്ങിയതിന് വരെ കോടികളുടെ കണക്കാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അടുത്തത് സഖാവ് കുമാരപിള്ളയുടെ പോസ്റ്റാണ്. അതെ, എന്നാലും എൻ്റെ PJ ഇതെന്തു പറ്റി? ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ച ആ മനസ്സ് അന്ന് കണ്ടില്ല, ക്ഷമിക്കണം. ശരിക്കും അന്നേ മാറ്റത്തിന്റെ വഴിയിലായിരുന്നു അല്ലേ, അറിയാതെ പോയി എന്നുള്ളതാണ്. ഈ കാർഡാണ് ഇട്ടിരിക്കുന്നത്. രോഹിണി ആങ്കർ ചെയ്ത ഡിബേറ്റിന്റെ കാർഡാണ്. എന്തായാലും ആ തുറന്നു പറച്ചിൽ നേരത്തെ വലിയൊരു വന്ന മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആ മനസ്സ് കാണാതെ പോയി എന്ന് പരിഹാസ രൂപേണ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്തത് അതൊന്ന് ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇൻസ്റ്റഗ്രാമാണ്, ഇൻസ്റ്റഗ്രാമിൽ വന്ന ഇന്ത്യൻ കോമ്പസിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ്, ഒന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് അതാണ്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ പല പരിപാടികൾ പങ്കെടുത്ത് അവിടെ ഒരിടത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എവിടെ നിന്ന് വേണമെങ്കിലും പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ വിളിച്ചു പറഞ്ഞ് ആശംസകൾ അറിയിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഓരോ ഭാരത പൗരനും പ്രധാനമന്ത്രി നൽകുന്നും ഉണ്ട്, കേൾക്കുകയും ചെയ്യും. അതെ.